എന്താ തുടങ്ങുന്നില്ലേ? തുടങ്ങിയാലോ? അത് ആദ്യം ഒരു കാര്യം ചെയ്യും, പ്രസിഡന്റ് തുടങ്ങുക, എന്നിട്ട് ഞാൻ തുടങ്ങാം. എന്ത് അണ്ടിപ്പരിപ്പ് കഴിക്കുന്നത്? അണ്ടിപ്പരിപ്പ് തിന്നല്ല, മീറ്റിംഗ് തുടങ്ങേണ്ട കാര്യം. അങ്ങനെ ഞാൻ വെച്ചാൽ ഇനി അണ്ടിപ്പരിപ്പ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിന് മുമ്പ് ഒരു പരാതി പറഞ്ഞു, ഞാൻ അതിൽ നിന്ന് കൈയിട്ടെടുത്തു. അത് മീറ്റിംഗ് തുടങ്ങി, അത് പ്രസിഡന്റ് ഇഷ്ടം പോലെ. എന്താണ്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇല്ല, നമ്മളെ വരാന്ന് പറഞ്ഞാൽ എല്ലാവരും എത്തിയല്ലോ അല്ലേ? സാഹിത്യകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ സാഹിത്യ സമാജത്തിന്റെ 100ാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. അതിവിപുലമായ രീതിയിൽ 100ാം വാർഷികം ആഘോഷിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ അത് എത്തരത്തിൽ ജനശ്രദ്ധ ആകർഷിച്ച് എന്നും സംസാര വിഷയമാകത്തക്ക രീതിയിൽ അതിഗംഭീരമായി നടത്താം എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ളത്. അത് എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. ഈ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ തരുന്നതേ, ഇങ്ങനെ അല്ലാണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വറുത്തിട്ട് തരികയാണെങ്കിൽ കറുമുറു എന്ന് പറഞ്ഞിട്ട് തിന്നൊരു സുഖം ഉണ്ടാവും അല്ലേ? അല്ല, അതിന് നമ്മൾ പരിഹാരം കണ്ടിട്ടുണ്ട്. അത് മതി. നമ്മൾ അടുത്ത മീറ്റിംഗ് മുതല് അണ്ടിപ്പരിപ്പ് നമ്മൾ നിരോധിക്കണം. നിരോധിക്കേ? അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. വേണ്ടെന്ന് വെക്കാണ്. ബ്രഹ്മ യോജിക്കണ്ടോ അതിന്? നിങ്ങൾ യോജിക്കണ്ടോ? അണ്ടിപ്പരിപ്പിന് പകരം നമുക്ക് ബദാമാക്കാം. നമ്മൾ ഇന്നിപ്പോ ഇവിടെ കൂടിയിരിക്കുന്നത് അണ്ടിപ്പരിപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല. ഇനിയിപ്പോ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ബദാം അണ്ടിപ്പരിപ്പ് എന്ത് വേണമെങ്കിലും ആവാം. കാരണം സാഹിത്യ സാംസ്കാരിക രംഗത്തിന് വേണ്ടി എത്ര പണം ചെലവാക്കാനും നമ്മുടെ സർക്കാർ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ പണം ഒരു വിഷയമല്ല. നമുക്ക് ഈ വാർഷികം എങ്ങനെ ഭംഗിയാക്കാം അതിനെ കുറിച്ച് സംസാരിക്കാം. എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. ഈ സാഹിത്യ സമ്മേളനം പരിപാടി ഭംഗിയാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. രാമകുട്ടിയേട്ടാ, അത് ഭംഗിയാക്കും. ഇപ്പൊ പറഞ്ഞത് കറക്റ്റാ. ഇതിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തിന്നാൻ രസം. അതല്ല ഞാൻ മലയാളത്തിൽ പറഞ്ഞേ. പ്രസിഡന്റ്, ഇതിപ്പോ എവിടെന്ന് പറഞ്ഞാൽ ഇത് എന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കഴിഞ്ഞ 6 മാസം മുമ്പ് വീട്ടിൽ കൊണ്ടുവച്ച് കുറച്ച് ബാക്കി ഇരുന്ന് ഞാൻ എടുത്തോണ്ട് വന്നതാണ്, അല്ലാതെ ഇവിടത്തേക്ക് വാങ്ങിച്ചതല്ല. അല്ല, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാ? കുഴപ്പമില്ല, 6 മാസം കൊണ്ടൊരു കാലാവധി ഒന്നുമില്ല. അണ്ടിപ്പരിപ്പ് അങ്ങനെയല്ല, കഴിച്ചോ. അല്ലെ, ഇത് പറയും നമ്മളിപ്പോ എന്ത് ചെയ്യണം? അതെ സുഖേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും നമ്മുടെ 100ാം വാർഷികമാണല്ലോ, ഒരു കവി സമ്മേളനം എന്തായാലും വേണം. കാരണം കവികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞാനടക്കം എത്ര കവികളുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഈ കവിയരങ്ങും അക്ഷരശ്ലോക സദസ്സൊക്കെ വെച്ച കാണാനും കേൾക്കാനൊന്നും ആരും ഉണ്ടാവില്ല. നമുക്ക് ആളുകളെ ആകർഷിക്കണം. നമ്മുടെ ഇതിനകത്ത് കവികളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവസാനം അതിന്റെ പേരിൽ ഒരു തമ്മിത്തല്ലാവും. അതുകൊണ്ട് അത് വേണ്ട. അതിന് നാടൻ പാട്ട് വെച്ചാലോ? ഇത് ഉത്സവപ്പറമ്പല്ല, ഇത് എന്തിന്റെ പരിപാടിയാണെന്ന് ആദ്യം ഒന്ന് ആലോചിക്കാം. അല്ല, എന്നാ നിങ്ങൾ തന്നെ പറയേ, ഒരു സജഷൻ പറയേ. പ്രസിഡന്റ് പറഞ്ഞ പോലെ നമുക്കൊരു നൃത്ത പരിപാടിയെ കുറിച്ച് ആലോചിക്കാം. അതിപ്പോ അങ്ങനെയാണെങ്കിലേ നമ്മളെ കലാസഭയിലെ നർത്തകിമാരന്നെ ഉണ്ടാവല്ലോ, ഓരോ തന്നെ മതിയല്ലോ. എന്റെ അയിപ്പേ കലാസഭയിലെ പിള്ളേർക്ക് കളിക്കാൻ ഇവിടെ ഉത്സവപ്പറമ്പുണ്ട്. നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് 10 ആളറിയുന്ന ഒരു സെലിബ്രിറ്റി, അങ്ങനെ ഒരു ഡാൻസറെ കൊണ്ടുവരണം. ആ സെലിബ്രിറ്റിനൊക്കെ കൊണ്ടുവരാം, പക്ഷെ ഒരു പറയുന്ന പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ. ശോഭനെ കൊടുത്താലോ? അത് വേണ്ട, അത് വേണ്ട. നമുക്ക് ഇപ്പോ യുവാക്കളുടെയും നമ്മുടെ യുവതികളുടെയും ഒക്കെ ഹരമായിട്ടൊരു നർത്തകിയുണ്ട്, ആശാ ശരത്ത്. കുട്ടിയായിരിക്കും. അയ്യോ, അതല്ല. പുതിയ കുട്ടി, ഇപ്പോഴത്തെ പുതിയ കുട്ടി ലക്ഷ്മി. നമ്മുടെ അതായത് ഞാനിപ്പോ തിരുവനന്തപുരത്ത് പോയപ്പോ സെനറ്റ് ഹാളിൽ ഒരു പരിപാടി പങ്കെടുത്തു. അവിടെ ആ കുട്ടിയുടെ നൃത്തം ഉണ്ടായിരുന്നു. എന്തൊരു ഡാൻസ്, കയ്യടിയും. ആ കുട്ടീനെ കൊണ്ടുവരാം. അത് മനസ്സിലുണ്ടത്. ഇപ്പൊ 2 സീരിയലിട്ട് അഭിനയിച്ചോണ്ടിരിക്കുക. ഓക്കെ, എത്ര കൊടുക്കേണ്ടി വരും ചോദിക്കണം. 75 റുപ്യയും ട്രാവലിംഗുമാണ് അതിന്റെ റേറ്റ്. കൊടുക്കേണ്ടി വരുമോ? നിങ്ങൾ സമാധാനായിട്ടിരിക്കേ. 75 അവര് വാങ്ങുന്നത്. പക്ഷെ ഞാൻ മാനേജർ എന്റെ അടുത്ത ആളാ. അപ്പൊ മന്മഥേട്ടൻ അത് പറഞ്ഞിട്ട് 25 ആക്കി. ഒരാള് 75 വാങ്ങണാണല്ലോ 25 കൊടുക്കാന്ന് പറഞ്ഞാൽ 25 കുറപ്പിക്കാം നമുക്ക്. 50 റുപ്യക്ക് ഞാൻ സെറ്റ് ചെയ്യാം. അതൊക്കെ ഒരു സെലിബ്രിറ്റി, ഒരു സീരിയൽ താരമൊക്കെ ആവുമ്പോ 50 ഈ കാലഘട്ടത്തിൽ കൊടുക്കേണ്ടി വരും. അത് പ്രശ്നമില്ല. അത് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇതിന് വേണ്ട ഫണ്ട് അനുവദിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. കവിയരങ്ങ് ഇപ്പൊ എന്തായാലും ചെയ്യുന്നില്ല, വേണ്ട. അപ്പൊ നമുക്കൊരു സാംസ്കാരിക സാഹിത്യ നായകന്റെ ഒരു പ്രഭാഷണം വേണം. അത് വേണ്ടേ? ഒരു സാഹിത്യ പരിപാടിയാണ്, ഒരു പ്രഭാഷണം വേണം. കവിതയെ കുറിച്ചൊക്കെ ഒരാൾ സംസാരിക്കട്ടെ. അത് സത്യശീല മാഷാണെങ്കിൽ സത്യശീല മാഷ് നല്ലൊരു സജഷനാണ്. അവിടെ വേറൊരു പ്രശ്നമുണ്ട്. കുഴപ്പമില്ല. അതെ, ഞാനൊരു ഇത് പറയാം. ഈ സത്യശീലന്റെ ഇപ്പൊ ഇടയ്ക്ക് കഴിഞ്ഞ മാസം ടിവിയിൽ ഒരു ചാനൽ രാഷ്ട്രീയ പരാമർശം നടത്തി. ഞങ്ങളുടെ പാർട്ടിനെ കുറിച്ചാണ് അത് പറഞ്ഞത്. അത് വേണ്ട. അതിലെ കമന്റുകൾ മുഴുവനും ഞാൻ വായിച്ചു. ഞാൻ കണ്ടു. വളരെ മോശമാണ്. ആൾക്കാരെതിരാ പുള്ളിക്ക്. അത് പുള്ളി വേണ്ട കേട്ടോ. സത്യശീല മാഷ് വേണ്ട. കുറച്ച് പക്വതയും പാകതയൊക്കെ ഉള്ള ഒരാളുണ്ട്. ആരാത്? നമ്മളെ ശീതളൻ. ശീതളൻ നല്ലതാ. അതായത്
സാഹിത്യ രംഗത്തെ കുറിച്ചും സാംസ്കാരിക എല്ലാത്തിനെക്കുറിച്ചും രംഗത്തെ പറഞ്ഞു. ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റിയ ആളാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ സീരിയൽ നടി ലക്ഷ്മിന്റെ ഡാൻസും ശീതളമാഷ പ്രഭാഷണവും അത് ഉറപ്പിച്ച്. അല്ല, വേറൊരു പ്രത്യേക കാര്യമുണ്ട്. എന്തേ? നമ്മള് 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. ആ. അപ്പൊ ഒരു പുതിയ കേരള ഗാനം വേണം. കേരള ഗാനം. കേരളത്തെ കുറിച്ച് ഒരു പുതിയ ഗാനം. അല്ല, എന്നിട്ട് ഒരു സംഘഗാനായിട്ട് പാടാനാണോ? അതിപ്പോ സംഘഗാനാണോ ഒറ്റയ്ക്കാണോ എന്നുള്ളതൊക്കെ ഇപ്പൊ പാട്ട് ചിട്ടപ്പെടുത്തപ്പോഴേ നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ ഞാന് പിന്നെ പുതിയതൊന്നുമല്ല, കുറച്ച് മുന്നേ എഴുതിയ ഒരു പാട്ട് ഞാൻ എഴുതിയതുണ്ട്. അത് വേണ്ട, പാട്ടിപ്പോ കേരളത്തെ പറ്റി ഞാനും എഴുതിയിട്ടുണ്ട്. അത് വേണ്ട, അത് വേണ്ട. നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ സംസ്കാരം, കേരളത്തിന്റെ തനിമ, കേരളത്തിന്റെ മനോഹാരിത, ഈ ഗാനം കേട്ട് കഴിഞ്ഞാൽ കേരളം എന്ന ഇതിങ്ങനെ കേൾക്കുമ്പോ ജനങ്ങൾ രോമാഞ്ചം കൊള്ളണം. എല്ലാവരും കേരളത്തിലേക്ക് ഇങ്ങനെ ആകർഷിക്കണം. അതാണ് ഞാൻ എഴുതിയില്ല, അതെല്ലാം ഉണ്ട്. അല്ല, അത് വേണ്ട. അല്ല, അത് വേണ്ട മന്മഥ. നമുക്ക് നല്ലൊരു പ്രശസ്തനായ ഒരു കവിനെ തന്നെ നമുക്ക് കൊണ്ടുവരാം അല്ലേ? ഒരുപാട് ഗാനങ്ങൾ എഴുതി പ്രഗത്ഭരായിട്ടുള്ള പലരുണ്ടല്ലോ. ഉണ്ടല്ലോ. ആരെങ്കിലും ഒരാളെ നമുക്ക് കണ്ടെത്താം. ഞാനൊരു നിർദ്ദേശം പറയാം. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ തന്നെ വളരെ അറിയപ്പെടുന്ന, എന്നാൽ നമ്മുടെ നാട്ടിൽ ആർക്കും ഒരു വിലയില്ലാത്ത അതെ 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 രാഘവ മാഷിനെയാണ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് വരികളാണ്. ഒരുപാട് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. സിനിമാ പാട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ സിനിമാ ഗാനങ്ങൾ, ലളിത ഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് രാഘവ മാഷെ കൊണ്ട് ഒരു പുതിയ ഗാനം കേരളത്തെ കുറിച്ച് ഗാനം എഴുതിച്ച് അതും അപ്പൊ നമ്മളിപ്പോ ഫിക്സ് ചെയ്യാണ്. അതെ. നമ്മുടെ സീരിയൽ നടി ലക്ഷ്മിയുടെ നൃത്തം, നമ്മളെ ശീതളം മാഷിന്റെ പ്രഭാഷണം, രാഘവ മാഷിന്റെ കേരള ഗാനം ഫിക്സ്. അല്ല, ഇനിയിപ്പോ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇല്ല, നമുക്ക് അപ്പൊ ഇനി കഴിഞ്ഞു. കമ്മിറ്റി പിരിച്ചോളാം. അണ്ടിപ്പരിപ്പ് ഇനി ഉണ്ടോ? ഉണ്ട്, പക്ഷെ ഉപ്പില്ലാത്തതാണ്, കഴിക്കണ്ട. നീ കഴിക്കണ്ട കേട്ടാ. അപ്പൊ ശരി. പിന്നെയും വിളിച്ചയാള്. ഒരു സാധനം എഴുതിക്കൊണ്ടിരിക്കുമ്പോ ശല്യങ്ങളുടെ ശല്യം. വീഴണ്ട സ്തുതി. നോക്കി ചെയ്യോ സ്തുതി. ഞാനൊരു പുതിയ സാധനം എഴുതിയുണ്ട്, ഞാൻ ഒന്ന് കേട്ടു നോക്കിയേ. ആ, ആളുകളാൽ ജീവിച്ചിട്ടാളുകളാൽ നാണം കെട്ടിട്ടാളുകളാൽ കൊല്ലപ്പെട്ടിട്ടാളുകളാൽ മൂടപ്പെടുമ്പോൾ ആളുകൾ പറയും ആളൊരു പാവമായിരുന്നു. ഞാനൊരു പാവമല്ല, എനിക്ക് അങ്ങനൊരു ബഹുമാനവും വേണ്ട. ഞാൻ മാറ്റപ്പെട്ടിട്ടകറ്റപ്പെട്ടിട്ടൊറ്റപ്പെട്ടിട്ടങ്ങനെ തീർന്നോളാം. എങ്ങനെയുണ്ട്? ഫോണ് കയ്യിലുണ്ടോ? ഫോൺ കയ്യിലുണ്ടല്ലോ. എന്നിട്ട് എന്താ ഫോൺ എടുക്കണില്ല എന്ന് പറഞ്ഞു? ആര്? മന്മഥൻ. എത്ര തവണ ഇയാള് വിളിക്കും? എപ്പോ ഞാൻ എന്തെങ്കിലും എഴുതാന്ന് അപ്പൊ വിളിക്കും. ശീതളേട്ട ഫോൺ എടുക്കണില്ല പറഞ്ഞിട്ട് ഇന്റെ ഫോണിലേക്ക് വിളിച്ചേ. ആ സാഹിത്യ സാംസ്കാരിക സമാജ സമ്മേളനത്തിന്റെ 100ാം വാർഷിക പരിപാടി ഉണ്ടല്ലോ, അതിന് പ്രഭാഷണം പറയാൻ വേണ്ടി വിളിക്കുക. അപ്പൊ എന്താ ഫോൺ എടുക്കാത്തെ? എന്തിനെടുക്കണ്? എന്ത് പോകുന്നില്ലേ? ഞാൻ പോകുന്നില്ല. എന്താ നിങ്ങക്ക് പോയാല്? എന്റെ സ്തുതി, ആ നേരം കൊണ്ട് ഇവിടെ കുറച്ച് പുല്ലരിഞ്ഞ ആ പശുക്കൾക്ക് ഗുണം ചെയ്യും. പശുവിന്റെ കാര്യൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ചെല്ലേ. എന്റെ മണ്ടു, നീ വിചാരിക്കുന്ന പോലെയല്ല, നല്ല പണിയുണ്ട് അതിന്. വൈലോപ്പിള്ളിയുടെ കവിതകളെ കുറിച്ചിട്ട് 2 മണിക്കൂർ നേരം പ്രഭാഷണം നടത്തുമെന്ന് വിചാരിച്ച എന്താ കളിക്കുകയാണോ? ശീതളേട്ട, ആ വേദിയൊക്കെ നല്ല വേദിയാണ്. നിങ്ങൾ പോയി സംസാരിച്ചിട്ട് വാ, ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. വണ്ടി വെച്ചിട്ട് ഞാനും പോരാ അപ്പുറം. വരാന്ന് പറ. ആ, ഹലോ ശീതളേട്ടാ നമസ്കാരം, മന്മഥനാണ്. ആവോ, മനസ്സിലായി. പറഞ്ഞോളൂ. ചേട്ടാ, ഞാൻ വിളിച്ചതേ ശീതളേട്ടാ ഡേറ്റിന്റെ കാര്യം ഇതുവരെ ഒരു ഉറപ്പ് തന്നില്ല. അത് ഞാൻ തന്നെ വരണോ? അയ്യോ ശീതളേട്ടൻ തന്നെ വരണം. ഈ വൈലോപ്പള്ളി കവിതകളെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ കേരളത്തില് ശീതളേട്ടനല്ലാതെ വേറൊരാളും ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ഞാനേ കുറച്ച് തിരക്കിലാണ് ഇവിടെ. ശീതളേട്ടൻ അങ്ങനൊന്നും പറയല്ലേ. ഞങ്ങൾ എല്ലാവരും ഇപ്പൊ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് ശീതളേട്ടൻ വരുമെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ നോട്ടീസ് അടിക്കാൻ തീരുമാനിച്ച്. ശീതളേട്ടൻ ഇനി വേറെ ഒന്നും പറയരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ടേ, ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി അങ്ങോട്ട് വരാം. ഓ കേട്ടോ, ഞങ്ങൾ ട്രെയിനിൽ വന്നോളാം. അല്ല, അത് വേണ്ട. ശീതളേട്ടൻ ഒരു ടാക്സി വിളിച്ചിങ്ങ് പോന്നോ? ആണോ? അതിന് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ബാക്കി ചെയ്തോളാം. ഓ ശരി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കാർ വിളിച്ച് വരാം കേട്ടോ. ശീതളേട്ട, അപ്പൊ ഞങ്ങൾ ഉറപ്പിക്കുകയാണ്, ഫിക്സ്, നോട്ടീസ് അടിക്കാൻ പോവാണ്. ശരി ആയിക്കോട്ടെ. ഓക്കെ താങ്ക് യു. എന്തിനാട്ടോ
എന്റെ കവിത കേട്ടാ മനസ്സിലാവുന്ന ഏതെങ്കിലും ഒരുത്തനെങ്കിലും ആ വേദിയിൽ ഉണ്ടെന്ന് വിചാരിക്കാലോ. ഞാൻ പ്രിയ കൊറേ കാലായി കാലൊന്നും പിടിക്കണ്ട. കൊടുവാണ് എടുത്ത വേറെ അല്ല ഞാനിവിടെ കൊണ്ടുപോകുന്നത്. ഹലോ മന്മത, നമസ്കാരം, രാഘവനാണ്. നമസ്കാരമുണ്ട്. ആ കേരള ഗാനം ഞാൻ മന്മഥന്റെ മെയിലിലേക്ക് അയച്ചിട്ടുണ്ട്. എന്റെ മെയിലിലേക്കോ? അറിയാലോ, എനിക്ക് തീരെ സുഖം ഉണ്ടായിട്ടില്ല. 2-3 ദിവസമായി നല്ല പനിയായിരുന്നു. എങ്കിലും ഞാനത് നന്നായി ശ്രമിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ശരിയാകട്ടെ, ഞാൻ എന്തായാലും ഒന്ന് വായിച്ചിട്ട് രാഘവനെ വിളിക്കാം. എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ ഉടനെ ഞാനത് ശരിയാക്കി തരാം. ശരി, ഓക്കെ രാഘവട്ടെ, ഓക്കെ, താങ്ക് യു. ആയിക്കോട്ടെ. മൊയ്തുക്ക, ഞാൻ വിളിച്ചതേ ഒരു ചെറിയൊരു സഹായം വേണം. അതായത് നമ്മുടെ സാഹിത്യ സമാജത്തിൻ്റെ 100ാം വാർഷികം ഉണ്ടല്ലോ. അപ്പം അതിന് പാടാനായിട്ട് നമ്മളൊരു കേരള ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ചിട്ടപ്പെടുത്തി. അപ്പം അതൊന്ന് നോക്കിയിട്ടേ ഒന്ന് വിലയിരുത്തിയിട്ട് എനിക്ക് അതിൻ്റെ കൃത്യമായൊരു അഭിപ്രായം പറയണം. കാരണം എനിക്ക് മൊയ്തുക്കായോട് വിശ്വാസമുള്ള അല്ല അതിൽ മാറ്റങ്ങളും എല്ലാം വരുത്തണമെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ അപ്പം മൊയ്തുക്ക ഒന്ന് വിലയിരുത്തി ഒരു അഭിപ്രായം പറയണം. എന്നിട്ട് വേണം ഞങ്ങൾ എല്ലാവർക്കും പഠിക്കാൻ, എന്നിട്ട് അത് പാടാനുള്ളതാണ്. അപ്പം ഞാൻ വന്നാൽ മതിയല്ലോ. എത്തിക്കോളാം, ഞാൻ നാളെ എത്തിക്കോളാം. കഥകളിപ്പാട്ടിന്റെ താളത്തിലൊഴുകുന്ന നിളയുടെ കളിത്തോയനായി നീ വാ, ചന്ദ്രികയാൽ എന്നെ പുണരുവാൻ വാ, കുയിലുകൾ പാടുന്ന ഗസലൊന്ന് കേൾക്കുവാൻ, വിടരുന്ന മലരിന്റെ മധുവൊന്നു കരുവാൻ, പെരിയാറിൻ തീരത്ത് നീന്തിത്തുടിക്കുവാൻ വാ, വസന്തവും ഗ്രീഷ്മവും കുരുക്കളോ ഇതെന്താ മന്മത? അത് ഏതി എന്താ? കുരുക്കളോ? ഋതുക്കള്. അഞ്ചെത്താത് ഋതു ഈ കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി ക്ലൈമാറ്റ് മാറി വരുന്ന ക്ലൈമാറ്റ് നമ്മളെ. ക്ലൈമറ്റ്. അതാണ് വസന്തവും ഗ്രീഷ്മവും ഋതുക്കളും പലതും വിരുന്നുകാരാണെന്റെ ജന്മനാട്ടിൽ, കലയുടെ കേളി കേട്ട കേരള നാട്ടിൽ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നല്ല അസല് ബോറാണത്. വസന്തവും ഗ്രീഷ്മവും കുരുക്കളോ ഇതെന്താ മന്മത? അത് ഏതി എന്താ? കുരുക്കളോ? ഋതുക്കള്. അഞ്ചെത്താത് ഋതു ഈ കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി ക്ലൈമാറ്റ് മാറി വരുന്ന ക്ലൈമാറ്റ് നമ്മളെ. ക്ലൈമറ്റ്. അതാണ് വസന്തവും ഗ്രീഷ്മവും ഋതുക്കളും പലതും വിരുന്നുകാരാണെന്റെ ജന്മനാട്ടിൽ, കലയുടെ കേളി കേട്ട കേരള നാട്ടിൽ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നല്ല അസല് ബോറാണത്. ഇതാരാ എഴുതിയത്? എന്തിട്ടത് എഴുതി വെച്ചേക്കണത്? ഇവിടെ കുറെ അക്ഷരങ്ങൾ അവിടുന്ന് ഇവിടുന്ന് എടുത്ത് വെച്ചാൽ കവിത ആവൂല, പാട്ടും ആവൂല. ഇതാരാ എഴുതിയത്? രാഘവമാഷ്. രാഘവമാഷോ? രാഘവമാഷൊക്കെ മയ്യത്തായിട്ട് എത്ര കാലമായി? അതല്ലേ, ഇത് നമ്മുടെ ചീനിത്തറ രാഘവമാഷ്. ചീനിത്തറ രാഘവമാഷ വരിയത്? എന്തൊരു ബോറാണിത്. അയാളോട് ഇനി എഴുതരുന്ന് പറഞ്ഞേ കേട്ടോ. സാഹിത്യ സാഗക്ക് മോശമാണിത്. എനിക്കിത് വായിച്ചാൽ എന്താ തോന്നി? എന്ത് തോന്നി എനിക്ക്? ആദ്യം രസമായിരുന്നു, പക്ഷെ പിന്നെ മൊയ്തൊക്കെ പറഞ്ഞു. കുയിലുണ്ട് ഇപ്പൊ നമ്മളെ നാട്ടില്? കുയിലുണ്ടോ? കുയിലിനൊക്കെ ഈ കണ്ടിക്കണോ? ഈ അടുത്ത കാലത്ത് തത്തനെ കണ്ടിക്കണോ? ഈ കുയിലും തത്തയൊന്നും ഇല്ല. പിന്നെ എന്തിനാ കുയിലിനെ പറ്റി പറയണത്? പൊയനെ പറ്റി പറയണ്ടല്ലോ. പൊയുണ്ടോ? അപ്പൊ പൊയല്ല. ഭാരത പൊയൊക്കെ വറ്റി വരണ്ടി കിടക്കാൻ നടുവിൽ ഫുട്ബോൾ കളിക്കാണ് കുട്ടികള്. അങ്ങനത്തെ പൊയനെ കുറിച്ച് പൊയയും കുയിലും ഇതൊന്നും വേണ്ടട്ടോ. അതൊന്നും ശരിയാവില്ല. നമുക്കിപ്പോ ഇതൊക്കെ അവിടെ അവതരിപ്പിച്ചാണ്ടല്ലോ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ എണീച്ചു പോയിക്കാളും. ഓർക്ക് എന്ത് പോയ എന്ത് കുയില്? അതെ മൊയ്തൊക്കെ നമ്മളിപ്പോ മൂപ്പരുടെ കാല് പിടിച്ചിട്ട് എഴുതിപ്പിച്ചതാണ്. എന്തിനാണ് മൂപ്പര കാലൊക്കെ ഈ മാതിരി പൊട്ടത്തരം എഴുതി കിട്ടാൻ ഞങ്ങൾ കാല് പിടിച്ചോ പോയിട്ട്? വേറെ എത്ര ആൾക്കാരുണ്ട് ഇത് എഴുതാനുള്ളത്? മൂപ്പർക്ക് യാതൊരു ബോധവും ഇല്ല. ഈ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കിത് വായിച്ചിട്ട് ഒരു ബോധം തോന്നിയില്ല. അല്ല എനിക്ക് ഇപ്പൊ മൊയ്തൊക്കെ പറഞ്ഞു വന്നപ്പോഴാണ് ഇതിനകത്ത് അല്ല അതുകൊണ്ടാണ് മൊയ്തൊക്കെ അടുത്ത് വന്നത്. ഒരു മരമില്ലുകാരനാകുമ്പോ അറുത്ത് മുറിച്ചൊരു അഭിപ്രായം പറയുമെന്ന് എനിക്കറിയാം. അതാണ്. അതായത് നമ്മളിപ്പോ ഒരു സാധനം എഴുതുമ്പോ അതിലൊരു കാതൽ വേണം. കാതല്? കാതല് നടപ്പോ നല്ല മരത്തിന്റെ ഉള്ളിലൊക്കെ നല്ല കാതലുണ്ടാവും. കാതല്. പിന്നെ ചിലതിൽ വെള്ളം ഉണ്ടാവും. വെള്ളം ഉണ്ടെങ്കിൽ പോയി. ഇത് വെള്ളയാണ്. ഇതൊന്നും എടുക്കാൻ പറ്റുന്നത് ഒഴിവായിക്കാളുണ്ട്. അതായത് ഇപ്പത്തെ കേരളം എന്ന് പറയുമ്പോ മന്മത, ഇപ്പത്തെ കേരളത്തിന് എന്തെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ട്? കേരളത്തിന്റെ വികസനം ഉണ്ട് ഇതിനകത്ത്. 4 വരി പാത ഉണ്ടോ? കേരളയിൽ വന്നിട്ടുണ്ടോ? വന്ദേ ഭാരത് ഉണ്ടോ?
ഇതൊക്കെ മാണോ ആക്കെ വരുമ്പോഴേ ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ പുതിയ പാലങ്ങള് അല്ലേ? പുതിയ പാലങ്ങള് IT വന്നിട്ടുണ്ട് ഇതിനകത്ത്. അതെല്ലാം പറഞ്ഞത്. ഫേസ്ബുക്ക് ഉണ്ടോ, വാട്സപ്പ് ഉണ്ടോ, ആക്കെ മാണോ. ഇതിപ്പോ അവിടെ അവതരിപ്പിച്ചാണ്ടല്ലോ ഓഡിയൻസ് മുഴുവൻ എടുത്ത് പോയി എണിച്ച് പോയി കാണും. ഇപ്പൊ എങ്ങനെ ഇപ്പൊ പുള്ളിയോട് ഇതിപ്പോ വേണ്ടാന്ന് പറയും. വേണ്ടാന്ന് പറയണ്ട. പിന്നെ മൂപ്പര് ഇനി ഫോൺ ചെയ്യുമ്പോ ഫോൺ എടുക്കാണ്ടൊക്കെയാ. അവരെ 4-5 തവണ വിളിച്ചിട്ട് എടുക്കാണ്ടാവുമ്പോ മൂപ്പർക്ക് ഒന്ന് ഒഴിവാക്കി ഉണ്ടാവും. അങ്ങനെ പോയിക്കോട്ടെ. മോശമല്ലേ, ആൾക്ക് വിഷമാണെങ്കിലും. അല്ല, അങ്ങനെ ഒരു വിഷമം വരികയാണെങ്കിൽ ഒരു പണി അടുത്ത വർഷത്തെ നമ്മളെ വാർഷികത്തിന് മൂപ്പർക്ക് ഒരു അവാർഡും കൊടുക്കും. അത് അടുത്ത വർഷത്തെ അവാർഡ് എനിക്കാണ് തീരുമാനിച്ചിരിക്കണേ. നോക്കോ, ഒരു നിർബന്ധം ഉണ്ടോ അടുത്ത വർഷം കിട്ടണമെന്ന്? പിന്നെ ഇപ്പൊ കിട്ടിയില്ല, ഇനി എപ്പോ കിട്ടാം മൊയ്തുക്കായ, അത് പറ്റില്ല. വേറെ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത വർഷം കൊടുത്തേക്കാം. അല്ല, അത് നടക്കില്ല. അത് നമ്മളെ അടുത്ത വർഷം അത് നമ്മുടെ ഐപ്പില്ലേ, ഐപ്പിന്റെ ഒരു പ്രവാസി യാത്രാ വിവരണം ഒരു സംഭവം ഉണ്ട്, അതിന് കൊടുക്കാനായിട്ട് വെച്ചേക്കാണ്. പ്രവാസ യാത്ര. നിങ്ങള് എന്റെ ഈർച്ചമില്ലുകാരന്റെ വേദന എന്നുള്ള പുസ്തകം വായിച്ചിക്കണം. നിങ്ങള് വായിക്കണം കേട്ടോ. അതിനൊക്കെ ഗവനിക്കാതെ പോയാൽ നിങ്ങൾക്ക് ഭസ്മുണ്ടാവും. അല്ല, ഞങ്ങൾ ഇടയ്ക്ക് അത് ചർച്ച ചെയ്തു. ചർച്ച ചെയ്താൽ പോരല്ലോ. നിങ്ങൾ എവിടെ പരിഗണിച്ച് അടുത്ത വർഷം എനിക്ക് അതിന്റെ അടുത്ത വർഷം ഐപ്പിന് പിന്നെ എവിടെയാണ് അതിന്റെ അടുത്ത വർഷം കുയിലൊക്കെ കാല് നീട്ടിയിരിക്കണം. എനിക്ക് ഇത് എപ്പോഴാ കിട്ടുക? ജ്ഞാനപീഠം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഈറ്റാലൊന്നും എനിക്ക് കൊണ്ടു തരരുത്, ഞാൻ വാങ്ങൂല. വിഷമിക്കണ്ട, ഞാൻ രക്ഷാധികാരിയായിട്ടുള്ള നമ്മുടെ ജലധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികം 2 മാസം കഴിഞ്ഞ് വരണുണ്ട്. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൊയ്തുക്കാർക്ക് ഒരു അവാർഡ് തരും. മൊയ്തുക്കാരുടെ മറ്റേ മരവില്ലിന്റെ അതിന് ഒരു അവാർഡ് തരും. ഉറപ്പാ കിട്ടുമോ? തരും. പറഞ്ഞു പറ്റിക്കരുത്. ജലധാര അവസരം വെള്ളത്തിലാക്കരുത്. അതൊന്നുമില്ല, ഞാനല്ലേ പറഞ്ഞേക്കണ, ഞാൻ ഏറ്റവും അത്. പിന്നെ അവിടെ മൊയ്തുക്ക ആ പരിപാടി നടത്തുന്നതിന് നമ്മുടെ മൈക്ക് സെറ്റിന്റെ ഒരു 3500 രൂപ കൊടുക്കേണ്ടി വരും. ആക്ക് കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല. നല്ലൊരു അവാർഡ് കിട്ടണല്ലോ. പിന്നെ ഈ പിള്ളേർക്ക് നമ്മള് മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന പിള്ളേർക്ക് ചെറിയ ഗ്ലാസും സോപ്പ് മിട്ടിയും അതൊക്കെ വാങ്ങിച്ചു. അതൊന്നും വിഷയമല്ലാന്ന്. അതിനൊക്കെ ഇത്ര വില ഉണ്ടോ? പിന്നെ അവാർഡ് മൊയ്തുക്കാക്ക് തന്നെ. ഓക്കെ, റോട്ടുമില് 2 ഫ്ലക്സ് വെച്ചാളണം. ഓക്കെ, ഒന്ന് അതെല്ലാം നീ തന്നെ വെച്ചോ. ഈ പാട്ടും കവിതയൊക്കെ വിലയിരുത്താൻ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴേ അതിന് ഇത്തിരി സ്റ്റാൻഡേർഡ് വേണം കേട്ടോ. ഒരു ഇത്തിരിയെങ്കിലും സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. അതായത് ഒന്നെങ്കിൽ തേക്കാവണം, അല്ലെങ്കിൽ വീട്ടിയാവണം, അല്ലെങ്കിൽ ചന്ദ്രൻ ഉപ്പൂത്തി കൊണ്ടിന്റെ അടുത്തേക്ക് വരരുന്ന് മാത്രം. ഇനിയിപ്പോ ഞാൻ തന്നെ എഴുതേണ്ടി വരും. ഇതല്ലേ ഈ മുമ്പൊന്നും എഴുതി എനിക്ക് ഇപ്പോഴും നല്ല അനുഭവം ഉണ്ടെങ്കിൽ ഒരു വക്ക് മൂല്യം അറിയാത്തവനായി. അതൊന്നും വേണ്ട. അല്ല, വേറെ ഇഷ്ടംപോലെ പുതിയ കവിതകളുണ്ട്, ആരെങ്കിലുമൊക്കെ എഴുതിക്കോളും. ഉമ്മാരി നായിക്കാട്ടൊന്നും എടുക്കാണ്ടിരിക്കുക നല്ലേ. എന്തെങ്കിലുമൊക്കെ കടിച്ച പൊട്ടാത്ത എഴുതി വെക്കലല്ലോ സാഹിത്യം എന്ന് പറയണത്. അത് മനസ്സിലാക്കണോ. നമ്മുടെ ന്യൂ ജനറേഷൻ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഒരാരെങ്കിലും എഴുതട്ടെ. ഇതൊക്കെ വെറുതെ ഇരിക്കി. എനിക്കധികം പ്രായമൊന്നുമില്ല, ഞാനിപ്പോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒക്കെ എനിക്കറിയാം. നോക്കാൻ നമുക്ക്. അല്ല, ചാവടിച്ചിട്ട് പോണോ? വേണ്ട വേണ്ട, വേണ്ടേക്ക് വേണ്ട. എത്തുമല്ലോ പരിപാടിക്ക്. ഞാൻ വരും. എന്താണ് ഓരോ കവിത എഴുതനാണ്. കുയിലും പോയി അറബിക്കടലും.